മലമ്പുഴ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഡാമിന്റെ വൃഷ്ടി പ്രദേശമായ കടുവാച്ചാലിന് സമീപം സ്കൂബ ടീം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സഹപാഠിയുടെ മൃതദേഹം കാണാനാകാതെ സുഹൃത്തുക്കൾ വിങ്ങിപ്പൊട്ടി. കൊടുമ്പ് ഇരട്ടിയാലിലെ അവസാന വർഷ ഫാർമസി വിദ്യാർത്ഥി ഷെമിലിനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 ബൈക്കുകളിലായി എത്തിയ വിദ്യാർത്ഥികളായ 8 പേരടങ്ങിയ സംഘം മലമ്പുഴ ഡാമിന്റെ വിഷ്ടിപ്രദേശത്ത് കുളിക്കാനിറങ്ങി. കൂട്ടത്തിൽ നന്നായി നീന്തലറിയാവുന്ന ഷെമിലിൻ വിഷ്ടിപ്രദേശത്തെ ദ്വീപ് പോലുള്ള പാറക്കെട്ട് ലക്ഷ്യം വെച്ച് നീന്തി. പാറക്കെട്ട് തൊട്ട ശേഷം തിരികെ മധ്യഭാഗത്തെത്തിയപ്പോഴേക്കും ശരീരം ക്ഷീണിച്ച് മുങ്ങിപ്പോവുകയായിരുന്നു. ഡാമിന്റെ തീരത്ത് കുളിക്കുകയായിരുന്ന സഹപാഠികൾ ഷെമിലിനെ കാണാനില്ലെന്നറിയിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ പ്രാഥമികമായ പരിശോധന നടത്തി. അപകടമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഇരുട്ടായതിനാലും കാലാവസ്ഥ മോശമായതിനാലും ഇന്നലെ രാത്രിയോടെ പരിശോധന നിർത്തിവെച്ചു. തുടർന്ന് പുലർച്ചെ 8 മണിയോടെ പാലക്കാട്ടെ സ്കൂബ സംഘം നടത്തിയ പരിശോധനയിൽ കായലിന്റെ മധ്യഭാഗത്തായി മൃതദേഹം പൊങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്ത് പെട്ടുന്നു. ഇത് തുറന്നൊരു ഏരിയ അല്ലേ, മലമ്പുഴയുടെ ഈ കാച്ച്മെന്റ് ഏരിയ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് കയറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിലോട്ട് കയറി വന്ന് ഇതിന്റെ അപകടം പതിഞ്ഞിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന് പലരും പെട്ടുപോകുന്നതാണ്. കുഴികളുണ്ട് ഇതിനകത്ത്, ചാലുകളും കുഴികളുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയ സ്ഥലത്ത് വലിയ ആഴമില്ല, പക്ഷെ അങ്ങോട്ട് പോകും തോറും കുഴികളുണ്ട്. അപ്പോൾ അതിനകത്ത് പെട്ട് പോവുകയാണ്. പിന്നെ അപ്പുറത്ത് ആ പാറ കാണുമ്പോൾ പാറയിലോട്ട് നീന്താനും കുറച്ച് അറിയാവുന്നവർ അങ്ങോട്ട് പോകുമ്പോൾ ദൂരം കൂടുതലാണ്. തിരിച്ചു വരുന്ന സമയത്ത് കുഴഞ്ഞു പോകുന്ന സാഹചര്യമുള്ളത്. സഹപാഠിയുടെ മൃതദേഹം കാണാനാകാതെ സുഹൃത്തുക്കൾ വിങ്ങിപ്പൊട്ടി. കാണാതായ സമയം മുതൽ രാത്രിയോ കാലാവസ്ഥയോ വകവയ്ക്കാതെ സുഹൃത്തുക്കൾ മുഴുവൻ മലമ്പുഴ ഡാമിൽ തങ്ങിയിരുന്നു. അപകടമുണ്ടായ മലമ്പുഴയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ഷെമിലിൻ പഠിക്കുന്ന കോളേജ്. ഫാർമസി അവസാന വർഷ വിദ്യാർത്ഥിയായ ഷെമിലിൻ മലപ്പുറം തിരൂർ സ്വദേശിയാണ്. 2025 ഇതേ സ്ഥലത്താണ് പാലക്കാട് പുതുപ്പള്ളി തെരുവിലെ ഇരട്ട സഹോദരങ്ങൾ മുങ്ങി മരിച്ചത്. അടിയൊഴുക്കും കുഴികളും നിറഞ്ഞ ഡാമിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അപകടത്തിന് ഇടയാക്കുന്നത്. പുറമെ ശാന്തമെന്ന് തോന്നുമെങ്കിലും ജീവനെടുക്കാൻ പര്യാപ്തമായ ചതിക്കുഴികൾ ഏറെയുണ്ട് ഇത്തരം റിസർവോയറുകളിൽ. വളരെ സജീവമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ ഡാം. നീന്തലിലെ പ്രാഗൽഭ്യം കൊണ്ട് മാത്രം സാഹസിക പ്രവർത്തനങ്ങളിൽ ഇവിടെ ഇറങ്ങാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ മുൻകരുതൽ. മലമ്പുഴ ഡാമിൽ നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സർലിംഗ്.